ഇതിന് വെറുതെ അടിച്ചത് പുകയും കൂടി ഇട്ടു. ഇപ്പൊ ഈ അടി അടിച്ചാൽ തന്നെ കാണൂല കേട്ടോ. അപ്പോൾ നമുക്ക് ഏതായാലും ഇതിന്റെ സംഘാടകരോട് ഒന്ന് നന്ദി പറയാം. കാരണം ഇമ്മാതിരി ജനങ്ങളെ കൊടുത്തിട്ടാണ് നമ്മൾ അതിന്റെ മുന്നിൽ കിട്ടിയത്. അതിനാദ്യം തന്നെ കോട്ട് ഫെസ്റ്റ് നടത്തുന്ന എല്ലാ ഇതിന്റെ സംഘാടകരും എല്ലാ ആൾക്കാരോടും ഇതിന്റെ കമ്മിറ്റി ഭാരവാഹികളോട് ഒരുപാട് നന്ദി അറിയിക്കുകയാണ്. കാരണം കണ്ടോ ഇമ്മാതിരി സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ നമ്മളോട് ഉണ്ടെന്ന് അറിയില്ല. വീഡിയോസ് അല്ലേ? ആ അപ്പോൾ എന്താ ചെയ്യണേ? നിങ്ങൾക്ക് എന്താ വേണ്ടത് അത് പറയും. അത് ചെയ്തിട്ട് ഇവിടുന്ന് പോകുള്ളൂ. കല്ലോ ഇന്ന് ലീവാണ്. ഇന്നിപ്പോ എന്നോട് വരുമ്പോ തന്നെ ഒരു കാര്യം പറഞ്ഞേക്കണേ, ഇന്ന് എന്നെ അടിക്കൂല കേട്ടോ. ഇന്ന് എനിക്ക് എന്നോട് നല്ല ഇഷ്ടമാണ്. അത് എന്തുകൊണ്ടാന്നുള്ള എനിക്കറിയില്ല. ഇവിടെ പക്ക് മാറ്റാണ്. എത്തിനാ തല്ല് അറിയണേ? തല്ല് വേണമെന്നുണ്ടെങ്കിൽ തല്ലന്നെ ചെയ്യാം. നമുക്ക് തല്ലണോ? ചില സ്ഥലത്തും തല്ലണ്ടെന്നുള്ള പറയല്. ഒന്നാൾ പൊട്ടിച്ചാലോ? അയിമന്നെ തുടങ്ങലേ? ഏതായാലും തച്ചിട്ട് ഫേമസ് ആയ മനുഷ്യന്മാര് നമ്മളെന്നെ ഉണ്ടാവുള്ളൂ. കേരളത്തിൽ നല്ല ലോകത്തന്നെ അടി കൊണ്ടിട്ടും അടി കൊടുത്തിട്ടും ഫേമസ് ആയ മനുഷ്യന്മാര് ഈ ലോകത്ത് ഞങ്ങൾ തന്നെ ഉണ്ടാവുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നത്. അത് അടിയല്ല, അതപ്പോ വായിപ്പിച്ചലാണ്. ആ എനിക്ക് അടി കിട്ടിയാണ്ട് അവിടെ കടന്നുള്ള കറങ്ങാനുള്ളൂ. എന്തായാലും അടിമന തുടങ്ങിയാലോ? ഉണ്ടായിക്കോട്ടെ അല്ലേ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാം. ഓക്കെ, നമ്മള് വീഡിയോന്റെ ഡയലോഗ് കൂടെ അടിയാക്കാം. അങ്ങനെ ചെയ്യാം. അങ്ങനെ ചെയ്താലോ? അതാണ് റെഡി. മാറി നാളാ നിന്റെ അടുത്തേക്ക് ഇങ്ങനെ അണഞ്ഞ് വരണ്ട. വലിയ സുഖമൊന്നും ഉണ്ടാവില്ല. കൊണ്ടാല് യാരത്? ഹലോ, ഒന്നുകൂടെ എടുക്കട്ടോ. റെഡി. യാരത്? കൊമ്പങ്കാട് പോയാ വാതിലോർക്കെ. ഇന്നക്ക് വെള്ളിയാഴ്ച. അതെന്നെ പറഞ്ഞത്, വാതിലോർക്കേന്ന്. ചുമക്കോ നേരായി. ഉന്നെ കൊന്ന് അന്റെ രക്തത്തെ കുടിച്ച് ഒപ്പന ഡാൻസ് ആടുവേ. അന്റെ ഉമ്മ കുറ്റിപ്പുള്ളി സൈന്യം വിചാരിച്ച് നടന്നിട്ടില്ല. പിന്നെ എന്താ എനിക്ക് പോണം. എനിക്ക് വീട്ടിൽ നിൽക്കാൻ പറ്റില്ല. എനിക്ക് പോണം. ഒരു കുഴപ്പമില്ല. നല്ല കൈയ്യടി അടിച്ചാൽ പോരെ. ആ